ഹലോ, നമസ്കാരം. ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ നമുക്ക് സീൻ ക്ലിയറായി ഏതെല്ലാം സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്നോട് ചോദിച്ചൊരു ചോദ്യം, അപ്പോൾ ഏതെല്ലാം സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതെല്ലാം സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. നമ്മൾക്ക് ഒരുപാട് സെക്ടർ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആസ് ഓഫ് നൗ നമ്മളെല്ലാം പ്രഡിക്ഷൻ ആണല്ലോ. അപ്പോൾ പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് ഫസ്റ്റ് മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് ക്രൂരമാണ് തോന്നും, ഇത് റിയാലിറ്റിയാണ്. ഞാൻ 1980-കളിൽ ജനിച്ച ആളാണ്. 80-ലാണ് എൻ്റെ ജനനം. അപ്പം ഞങ്ങളുടെ ജനറേഷൻ, ഞങ്ങൾ മണ്ണെണ്ണ വിളക്ക് കണ്ടു, സർക്കാർ സ്കൂളുകളിൽ പഠിച്ചു, ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ഞങ്ങൾ അന്യരുടെ കീഴിൽ പോയി പണിയെടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്ത് ഈ ഒരു നിലയിലേക്ക് ഞങ്ങൾ എത്തിയത്. പക്ഷേ 2000-ന് ശേഷം ജനിച്ച ജനത, അവരുടെ അധികം വീടുകളിൽ ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവർ തല്ലുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രഷറിലോ ഒന്നും ജീവിച്ചില്ല. അവർക്ക് ആകെ അറിയുന്നതും എക്സാമിന് പഠിക്കാനും എഴുതാനും മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ. ഇപ്പോൾ 2000-ൽ ജനിച്ചൊരു കുട്ടി ഇന്ന് 26 വയസ്സായി. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാനില്ല. ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. പെണ്ണുങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുടുംബകലഹം, ഡൈവേഴ്സ് അങ്ങനെ നീളുന്നു. ജൻസിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ നീളുന്നു. 90-ലും 2000-ലും ജനിച്ചവർ ജീവിത പ്രശ്നങ്ങൾ അധികം കണ്ടു വളരുന്നില്ല. ഇപ്പോൾ അധികം ഇൻവെസ്റ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ 20-25 വയസ്സുള്ള പ്രായത്തിലുള്ള ആളുകൾ ജോലിക്കെടുത്താൽ തന്നെ, ജൂനിയർ ലെവലിൽ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് തിരുത്തുമ്പോഴോ ഒരു ഹാർഷായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം റിസൈൻ ചെയ്ത് ഓടുകയാണ്. അപ്പോൾ ജോലി കിട്ടാത്ത പ്രശ്നത്തെക്കാളും കൂടുതൽ ജോലിയിൽ നിൽക്കാത്ത പുതിയ ജനറേഷൻ, ഞങ്ങളുടെ ജനറേഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾക്കത് ഒരു ഫീൽ ആകുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടുകളിലും ഇതേപോലെ ചീത്തയും ബഹളവും അടിയും ഒക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല, പ്രശ്നങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ മാനസിക പ്രശ്നം ഉള്ള ഒരു വലിയ സമൂഹം, ഇത് കേരളത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ മാത്രമല്ല, ഇത് ടോട്ടൽ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ വേൾഡിലെയോ പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അധികം മാനസികാരോഗ്യം ഇല്ലാത്തൊരു വലിയ തലമുറയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം എന്ന് അറിയാത്ത ഒരു കാലഘട്ടം. ഹെൽത്ത് കെയർ ഇസ് ഷുവർ ഷോട്ട്. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കൻ കമ്പനികൾ വരെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ല. അതിന് പകരം കൂടുതലായിട്ട് ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂണുകൾ പോലെ മുളച്ചു വഴുന്നു. അതും വളരെ കൊട്ടാരം പോലത്തെ ഹോസ്പിറ്റലുകൾ, അവർക്ക് ആരും നഷ്ടത്തിലുമല്ല. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ, ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജൂനിയർ ലെവലിലുള്ള ആളുകൾക്കോ നല്ല ശമ്പളം പോലും കിട്ടുന്നില്ല. നല്ല ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സമരം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കളിയാക്കുകയും മേലധ്യക്ഷന്മാർ വരെ, അത് എസ്പെഷ്യലി ക്രൈസ്തവ മതങ്ങളിലുള്ളവരെ എടുത്തു പറയണം, അവരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം നിലയ്ക്ക് ചർച്ചകൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ നടത്തുന്നത്. അപ്പോൾ 40,000 രൂപ അടിസ്ഥാന ശമ്പളം ചോദിക്കുന്ന നേഴ്സുമാർക്ക് വരെ അവർക്കത് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് പോകുന്നത്. ഇവിടെ നിന്നുള്ള നമ്മൾ കരുതുന്ന നേഴ്സുമാർ പുറത്ത് രാജ്യങ്ങളിൽ പോകണം, അന്യ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നു, അതിൻ്റെ ബ്യൂട്ടിയൊക്കെ നമ്മൾ സംസാരിക്കുന്നു. ഇതിൽ നിങ്ങളൊരു പ്രശ്നം മനസ്സിലാക്കേണ്ട, നേഴ്സുമാർ അന്യ രാജ്യങ്ങളിൽ പോകുന്നു, അധികം ഡേ കെയറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ജോലി ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി നോട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ നോട്ട് വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ പോയി അവർ ഇന്ത്യ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഉപേക്ഷിച്ചു. അവിടെ ഒരു ലണ്ടൻകാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരും ന്യൂസിലാൻഡുകാരൊക്കെ ആയി എന്ന് എനിക്ക് കരുതാം. അവർ രക്ഷപ്പെട്ടു. ഇല്ല, അവരുടെ മാനസികാരോഗ്യം വീക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അവരിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്നില്ല. ഈ പറഞ്ഞ കൺട്രികളിലൊക്കെ ഇന്ത്യക്കാർക്കെതിരായിട്ടൊരു വികാരം ഉണർന്നു വരുന്നുണ്ട്. അവരുടെ
ജോലി തട്ടിയെടുക്കുക അത് എത്നിക്കായിട്ടുള്ള ആളുകളുടെ ജോലി തട്ടിയെടുക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഫോക്കസ് എന്താണെന്ന് പറയുന്നത് നമ്മളുടെ നാട് വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഫോക്കസ്. ഇപ്പോൾ അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ വളരാൻ അനുവദിക്കില്ല, കാരണം ഞങ്ങൾ ആ മിസ്റ്റേക്ക് ചൈനയോട് ചെയ്തു, നാളെ ഞങ്ങളെ ഓവർ പവർ ചെയ്യും, ഞങ്ങൾക്ക് ആകെ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഞങ്ങളുടെ നാട്ടുകാരോടാണ് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു ആ പ്രസംഗത്തിൽ നേരിട്ട് രാഷ്ട്രീയ നേതാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത്രയ്ക്കുള്ള കമ്മിറ്റ്മെൻറ്റേ അവർക്ക് ഉള്ളൂ. അവർക്ക് ഇന്ത്യയെ നിങ്ങൾ വളരാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യയിൽ വന്നിട്ട് ആൾ പറയുമ്പോൾ അതിനെ നേരിടാൻ പോലുള്ള ചങ്കൂറ്റം പോലും ഇന്ത്യക്കാർക്ക് ഇന്നില്ല. അപ്പോൾ നമ്മളൊരു വളരെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. നമ്മളുടെ നേതാക്കൾ, ലോക നേതാക്കളാണെങ്കിൽ ലോകത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിലെടുക്കാം. ഇന്ത്യയിൽ ഏറ്റവും ദുർബലനും ഒരു ദുർബലൻ എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം ഇല്ലെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസമില്ല, എന്താണ് ഇവാല്യുവേഷൻ ചെയ്യാനുള്ള പവറില്ല. അദ്ദേഹത്തിന് ആകെ ഉള്ളത് വൈകാരികമായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവ് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾക്കിവിടെ ഒരു ഫ്യൂച്ചർ കിട്ടാൻ വളരെ പാടാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമുക്ക് ഇതാക്കാനുള്ളത് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ഗ്രോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം രാഷ്ട്രീയക്കാർക്ക് ദിശാബോധമില്ല. ദർ ഇസ് നോ വിഷൻ ഫോർ ദം. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒന്ന് മെൻ്റൽ ഹെൽത്ത്, രണ്ട് മറ്റുള്ള ഹെൽത്ത്, രണ്ടാമത്തത് ഡേ കെയർ ഫോർ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമില്ലേ. ഓൾഡ് ഏജ് ഹോം ഈസ് ഗോൾഡ് മൈൻ. നമ്മൾക്ക് കൂണുകോലം മുളച്ച് വരുന്ന ഓൾഡ് ഏജ് ഹോം ഓൾറെഡി വരുന്നുണ്ട്. ഇനി ഭാവിയിൽ അധികവും വൃദ്ധന്മാർ ഓൾഡ് ഏജ് ഹോമിലായിരിക്കും. മറ്റുള്ള യൂറോപ്യൻ നേഷൻസിലും അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഓൾഡ് ഏജ് ഹോം ഇറ്റ്സ് ഗോയിങ് ടു കം. അത് റിയാലിറ്റിയാണ്. ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊള്ളുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണെന്നുള്ളൊരു ഒരു രീതി നേരത്തെ നിലനിന്നിരുന്നു. ആ ഒരു സംഭവം ഇന്ന് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ഏജ് ഹോം ഈസ് ആൾസോ എ ഗോൾഡ് മൈൻ, മെൻ്റൽ ഹെൽത്ത് ഈസ് ആൾസോ എ ഗോൾഡ് മൈൻ. ദെൻ നെക്സ്റ്റ് ഗ്രീൻ എനർജി. ഗ്രീൻ എനർജി എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പെട്രോൾ പ്രൈസ് ഇൻക്രീസ് ആയിട്ടില്ല നമ്മളുടെ എപ്പോഴും മാർക്കറ്റിൽ. 25 ദിവസത്തിന് ശേഷം 25 ദിവസം വരെ ഒരു റിസർവ് ഓൾറെഡി ഉണ്ടാവും ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. 25 ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. 25 ദിവസം സ്വാഭാവികമായിട്ട് പെട്രോളിൻ്റെ പ്രൈസ് കൂടി ബാരലിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വില കൂടും. അപ്പോൾ അധികം സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടക്കാനുള്ള സമയമായതുകൊണ്ട് പെട്രോൾ പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്, എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഹിസ്റ്ററി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഇലക്ഷൻ എടുക്കുമ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് കുറയുന്നത് ഒരു ആചാരമാണ് ഇന്ത്യയിൽ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ പെട്രോൾ വില കുറച്ച് വിൽക്കാൻ പെട്രോൾ പമ്പുകാരും പെട്രോളിയം കമ്പനിക്കാരും നിർബന്ധിതമാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷോർട്ടേജ് എന്നവർ പറഞ്ഞു തുടങ്ങും. അപ്പോൾ പെട്രോൾ കിട്ടാത്ത ഒരു സാധ്യതയിലേക്ക് വരും. അപ്പോൾ അതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കുള്ളവർക്ക് മനസ്സിലായി ഇത് പെട്രോളിയം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു എക്കോണമി പ്രാക്ടിക്കൽ വേൾഡിൽ പോസിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ എനർജി ആയിട്ടുള്ള സോളാറിലേക്കോ വിൻഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ആയിട്ടുള്ള എനർജികളിലേക്കുമാണ്. അപ്പോൾ സോളാറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഒരു പഞ്ചായത്തിൽ ഇത്ര കണക്ഷനേ കൊടുക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പഞ്ചായത്തിൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് കൊടുക്കുള്ളൂ. ഭാവിയിൽ ട്രാൻസ്ഫോമറുകൾ കൂട്ടും, സോളാർ പാനലുകൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ആ സോളാർ പാനൽ ഇമ്പോർട്ട് ചെയ്യുന്ന അധികവും ചൈനീസ് കമ്പനിയിൽ നിന്നാണ്. ചൈന ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാനുഫാക്ചറർ ഓഫ് സോളാർ പാനൽ. നമ്മൾ അധികം ഇന്ത്യൻ കമ്പനികളുടെ പേരാണ് നമ്മളുടെ അധികം ഉണ്ടാവുക. പക്ഷേ ദാറ്റ്സ് റോങ്. അതിൽ സോളാർ പാനൽ ഇറക്കുമതി ചെയ്യണു, ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളുടെ പേര് ഒട്ടിക്കുന്നു, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ എനർജി, മെൻ്റൽ ഹെൽത്ത്,
and the old age home. This is a sure shot. Thank you so much for watching me. Keep watching. Bye bye.